ഹലോ ഗൈസ്, അനന്തമാണ്. അപ്പോൾ രാവിലെ 6:30 ആയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളൊരു സേവ് ഡേറ്റിന് പോവാ. അപ്പൊ 6:30 ഇവിടെ ഉണ്ടെന്ന് അറിയാമായിരിക്കും അങ്കുശ്. അപ്പൊ ഞങ്ങൾ കായംകുളം മാർക്കറ്റിലാണ് ഇന്ന് സേവ് ഡേറ്റ്. അപ്പൊ ഞാൻ ക്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചേച്ചി തന്നെയാണ്. ചേച്ചിയുടെ കല്യാണം 29-ാം തീയതിയാണ്. അപ്പൊ ചേച്ചിയുടെ സേവ് ഡേറ്റ് എടുക്കാൻ വേണ്ടി അവൾ പോവാണ്. അപ്പൊ ചേച്ചി നമുക്ക് പിക്ക് ചെയ്യണം. പിന്നെ നമുക്ക് കായംകുളത്ത് പോയി ഫോട്ടോ എടുക്കണം. ബാക്കി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബൈ. തണുപ്പൊക്കെ എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട. രാവിലെ അരുന്നൊരു വീട്ടിലോട്ട് വന്ന് ബൈക്കിനാ വന്നത്. ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പോഴാ തണുപ്പിന്റെ വിട്ടുമാറിയിട്ടില്ല. നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ വണ്ടിക്കകത്ത് AC പോലും ഇട്ടിട്ടില്ല. കായംകുളം മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. സംഗീതേട്ടൻ അവിടെ വണ്ടി കൊണ്ടിട്ടുണ്ട്. സംഗീതേട്ടൻ്റെ അടുത്ത് നിന്ന് ക്യാമറ സാധനങ്ങളും എല്ലാം. സംഗീതേട്ടൻ ഷിഫ്റ്റ്. കളിക്കുന്നു. ഈ സംഗീത ഓൺലൈൻ അല്ലേ? അതെ അതെ. വാ പോ. തൊപ്പിയൊക്കെ ചേട്ടാ സംഗീതേട്ടൻ രാവിലെ മാർക്കറ്റിൽ ചെറിയൊരു പരിപാടിയുണ്ട്. കണ്ടില്ലേ? ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി. എങ്ങനെയുണ്ടോ? ഗതയൊക്കെ ഉണ്ട്. ഗത സംഗീതേട്ടൻ്റെ ഗതയായിരുന്നു. വിഷ്ണു സേവ് ഡേറ്റിനെ പറ്റി എന്താ പറയാനുള്ളത്? നോക്കിക്കണ്ട് നാണോ വിഷ്ണു? നോക്കിക്കണ്ട് എടുത്ത് കഴിയുമ്പോഴേ പറയാം. അകച്ചി ഒരുങ്ങിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു? സ്വന്തമായിട്ട് കണ്ണാടി നോക്കിയിട്ട്. ഗൈസ്, അപ്പൊ നിങ്ങളെ ഞാൻ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തരാം. എല്ലാവരും ഫോട്ടോ എടുക്കാം. ഫോട്ടോസൊക്കെ കിട്ടുന്നുണ്ടോ? ഫോട്ടോസൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഫോട്ടോസൊക്കെ കിട്ടുന്നുണ്ട്. സംഗീതയുടെ മാസ്ക് വെച്ചിട്ടുണ്ട്. മാസ്ക് വെച്ച് അലർജിയാണ്, അതുകൊണ്ടാണ്. ആണോ? ചുമ, കഫക്കെട്ട്, തുമ്മൽ. രാവിലെ ഇഞ്ചിയൊക്കെ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കല്യാണത്തിലുള്ള സാധനങ്ങളെല്ലാം ഇവിടുന്ന് നമുക്ക് മേടിച്ചോണ്ട് പോവാം. ഗൈസ്, നമുക്ക് അവരെ കൊണ്ട് ഓടിക്കാം. നല്ല പാടാണ്. വിഷയമാ അങ്ങേട്ടൻ. അങ്ങേട്ടൻ റിസർച്ച് ചെയ്തിട്ടൊക്കെ എടുക്കത്തുള്ളൂ സാധനങ്ങളൊക്കെ. ഞാൻ സംഗീതമ്മ ചോദിച്ചിട്ട് പിറ്റേ ദിവസം പോയി എടുക്കുമായിരുന്നു. ആണോ? അത് ഭയങ്കര സപ്പോർട്ടാട്ടോ എല്ലാവരും. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോ കടക്കാരും ഭയങ്കര സപ്പോർട്ട്. നമ്മൾ അവിടെ നിന്ന് എടുക്ക്, ഈ കടയിൽ ഞങ്ങളുടെ കടയിൽ കയറുന്ന എടുക്ക്, ആ ഒരു സെറ്റപ്പ് ഭയങ്കര വൈബാട്ടോ. നമ്മൾ ഭയങ്കര കംഫർട്ടാണ് ഫോട്ടോ എടുക്കാൻ. ആരും പ്രത്യേകിച്ച് അലമ്പൊന്നുമില്ല. എല്ലാവരും നല്ല നല്ല ആൾക്കാർ. കായംകുളം ബേസിക്കലി നല്ല നാളാണല്ലോ. പച്ചക്കറിക്കാണ് ആട്ടോ. ഇപ്പൊ എല്ലാം സെറ്റായി. പയറ് വേണോ? പയറ് ഉണ്ടോ? എങ്ങനെ നടന്നു പോകുന്നു? ഇല്ല, അങ്ങനെ മഴപ്പേണ്ട ആവശ്യമില്ല. എങ്ങനെയുണ്ട് ക്ലൈന്റ്? എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. വണ്ടിയുടെ മടക്കി ഫോട്ടോ എടുക്കുന്നു. ആ സാധനത്തിന് മേടിക്കാറ്റ് നിർത്തട്ടത്. നല്ല സീൻ. ഇവരെല്ലാരും അടിപൊളിയാട്ടോ. വാ, നമുക്ക് അപ്പുറത്ത് പോയി ഫോട്ടോ എടുക്കാം.
അത് കാണാൻ പറ്റുമോ? വണ്ടി വാങ്ങി പോകാൻ വണ്ടി കയറണം. ഇതിപ്പോ 1:11 ലോറി കയറ്റാ ലോറികളോട്ട് കയറ്റാം. അത് നമ്മളങ്ങനെ എന്താ ചെയ്യാൻ പോകുന്നത്? ലോറി കയറ്റേ പമ്പർ ചോട്ടി പെട്ടി പെട്ടി പോ. മാറിയേക്കാം. കൊള്ളാം. അവര് മാറണോ? കുഴപ്പമില്ല, അവരാണെന്നാട്ടെ. എന്താ ഓഫീസിലോടിക്കോ, ധൈര്യതായിരിക്കോ, ഓഫീസിലോടിക്കാത്ത ഒന്നും പേടിക്കണ്ട. ഈ ചേട്ടനാണ് നമ്മളെ ഈ വണ്ടി കയറ്റിയത്. വണ്ടി യാത്രക്കാരുണ്ട്. ഒരു ഹായ് പറയോ, ഒരു ഹായ് പറയോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ തൊട്ട് എല്ലാവരും ഓരോ കാര്യം ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരണോ, എവിടെയെങ്കിലും പോകണോ, എവിടെയെങ്കിലും കൊണ്ട് നിർത്തണം, എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. നമുക്കത് മതി, വേറെ ഒന്നും വേണ്ട. ഈ വണ്ടി തമിഴ്നാട് പോന്ന ഒരു മിനിറ്റ് നിങ്ങള് പച്ചക്കറി കച്ചവടം തുടങ്ങിയ? ചെറിയ ഉള്ളി 2.5 കിലോ 100 വെച്ച്. വെയിലൊക്കെ നോക്കിട്ട് വെയിലുമാവൊക്കെ അതാരത്തെ കാണിച്ചുതരാം. ഇവിടെ വണ്ടിക്കാർ വന്നു കഴിഞ്ഞാൽ വണ്ടി ഒതുക്കിയിട്ട് പോയപ്പോ വണ്ടി എടുത്തോണ്ട് വരാന്ന് വേറെ വണ്ടി പിന്നെ ഇത് കണ്ടു ഞാൻ. എനിക്ക് വെള്ളം കുറെ കണ്ടു പറയാം, വെള്ളം ഗ്യാസ് കയറിട്ട് എനിക്ക് തീരെ പറ്റുന്നില്ല. വൃത്തിയുടെ പരിപാടിയാണ്. ഇതെല്ലാം വരില്ലേ അകജി? ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. പറ അഭിപ്രായം പറ. വളരെ നല്ല അഭിപ്രായം, സൂപ്പറായിരുന്നു, അമേസിംഗ്. എല്ലാരും ഇവരെ തന്നെ വിളിക്കാം. ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളാം, നല്ലതായിരുന്നു.
എനിക്ക് വെക്കല്ലേ ഒന്നും കൂടി നല്ലപോലെ എന്നറിയോ സ്പീഡ് കാണാം കഴിക്കാം ചേച്ചി. Yes. ഗൈസ്, അപ്പം നമ്മുടെ ഷൂട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും വെള്ളം കഴിക്കണം. അങ്ങനെ എന്തോ പരിപാടി ഇന്ന്? പോപ്പ് ചെയ്യണം. ആ, വേറെ എന്തോ പരിപാടി ഇന്ന്? ഇന്നൊരു പണിയുണ്ട്. ഞങ്ങളെ കൊണ്ട് കുഴഞ്ഞു. ഞങ്ങളെ കൊണ്ട് കുഴഞ്ഞു. പറഞ്ഞൊക്കെയാ പോണം പറയുമ്പോഴേ ഇത് നടന്നു വന്നപ്പോ റോഡൊന്ന് ക്ലോസ് ചെയ്യണം. കഴിക്കാം ശരി. വിശപ്പ് ഉങ്ക മൂഞ്ചി പാറടി. ഗൈസ്, നമുക്ക് എല്ലാം കഴിക്കാം. പറ എടാ നീ ആ വണ്ടിക്ക് വണ്ടി ടയറിന്റെ അടിയിട്ടുണ്ട്. വണ്ടിക്ക് അടവ് ചെയ്യുന്ന ചെരുപ്പാണ്. ഞാനറിയാം ഈ നമ്മുടെ ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ നിലവാരം അനുസരിച്ചിട്ടാണ് നമ്മള് വണ്ടി ഇറങ്ങി പോടാ. വണ്ടി ഇറങ്ങടാ. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവാം, ഫുഡ് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ ചെറിയ വ്ളോഗ് ഇവിടെ കൊണ്ട് തീരുവാണ്. ഓക്കെ, ബൈ 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 ബൈ.